ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിനക്കെന്നോട് സ്നേഹമില്ലാന്നാണോ? രമ്യ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തില, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. നീ ഇപ്പൊ ചെല്ല ഓ. രാജു ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി. ഋതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മ സാറിനോട് ഞാൻ പറയണ്ടായിരുന്നു. ഏയ്, നീ എന്താ രാജു ഇങ്ങനെ ചിന്തിക്കുന്ന? പാടില്ല, ഒരിക്കലും നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഋതിക മേഡം വർമ്മ സാറിന്റെ മകളാ. ഋതിക മേഡം അല്ല, ഞാനാ. ഇനി രാജുവിന്റെ ജീവിതത്തില് അവളില്ല, ഞാനേ ഉള്ളൂ, ഞാൻ മാത്രം. ഐ ലവ് യു രാജു. ഇനി രാജുവിനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. രാജു ഇനി എന്റേത് മാത്രമായിരിക്കും. എന്താ രാജു, ഋതിക പോയില്ലേ? ഇനി നമ്മൾ ഒന്നല്ലേ? പറയ് രാജു, എനിക്കും കൂടി വേണ്ടിയല്ലേ നീ അവളെ ഉപേക്ഷിച്ചത്? രമ്യ പ്ലീസ്, നീ ഒന്ന് നിർത്ത്. എന്താ രാജു, എന്തിനു നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? അപ്പോ നിനക്കെന്നോട് സ്നേഹമില്ലാന്നാണോ? രമ്യ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തില, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. നീ ഇപ്പൊ ചെല്ല ഓ. രാജു ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി.
വിഷമമുണ്ടെന്ന് എനിക്കറിയാം. നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാവിൽ വച്ച് രാജു നിന്നെ വിവാഹം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല. എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോ നിനക്ക് എന്തുമാത്രം വിഷമമായി കാണുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നിന്റെ ഈ ദുഃഖവും കണ്ണീരും കാണുമ്പോ എനിക്ക് മനസ്സിലാവും രാജുവിനെ നീ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൻ നമ്മളെയൊക്കെ കാണുന്നത് ദൈവങ്ങളുടെ സ്ഥാനത്താ മോളെ. ഇത്രയും പക്വതയോടെയും ആദർശത്തോടെയൊക്കെ ഒരു ചെറുപ്പക്കാരന് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് മുകളില നമ്മളെയൊക്കെ അവനവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെയാ. അവനെ തിരുത്താനോ ഈ ലോകത്ത് ആരെയും തിരുത്താനോ നമുക്ക് അവകാശമില്ല മോളെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ മറന്ന് എതിരെ നിൽക്കുന്നവരുടെ വികാരം മനസ്സിലാക്കി അവർക്ക് വേണ്ടാത്തടത്ത് നിന്നും ഒഴിഞ്ഞു മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. നിന്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചതിനൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും കാരണക്കാരനാണ്. ഞാനൊരിക്കലും നിനക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പ്രായപൂർത്തിയായ മകൾക്ക് മനസ്സിലൊരു പ്രണയം തോന്നിയ അവൾക്കത് അവളുടെ അച്ഛനോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അപ്പോഴേ അച്ഛനത് നല്ലതാണോ ചീത്തയാണോ എന്ന് മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ.